ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഭാര്യ സാറയും പെറ്റാച്ച് ടിക്വയിലെ ബെയ്ലിൻസൺ ആശുപത്രിയിലെത്തി ബന്ദികളെ സന്ദർശിച്ചു. ഹമാസ് തിരിച്ചയച്ച 20 പേരിൽ 5 പേരുമായി നെതന്യാഹുവും സാറയും കൂടിക്കാഴ്ച നടത്തി. അവിനാട്ടൻ ഓർ, അലോൺ ഓഹൽ, ഗൈ ഗിൽബോവ ദലാൽ, എവ്യാത്തർ ഡേവിഡ്, ഈറ്റൻമോർ എന്നിവരുമായാണ് നെതന്യാഹുവും ഭാര്യയും സംസാരിച്ചത്. ഹമാസ് തടവിലാക്കിയിരുന്ന ബന്ദികളെ ഇസ്രായേലിലേക്ക് തിരികെ കൊണ്ടുവരുമെന്ന വാഗ്ദാനം പാലിച്ചതായി നെതന്യാഹു വ്യക്തമാക്കി. എന്നാൽ ഇസ്രായേലിന്റെ ദൌത്യം ഇതുവരെ പൂർത്തിയായിട്ടില്ല. ബന്ദികളുടെ മൃതദേഹങ്ങൾ തിരിച്ചെത്തിക്കാനുള്ള ശ്രമം തുടരുകയാണെന്നും അവസാനത്തെ ബന്ദിയും തിരികെ കൊണ്ടുവരുന്നതുവരെ അതേ ദൃഢനിശ്ചയത്തോടെയും ഉത്തരവാദിത്തത്തോടെയും ഗൌരവത്തോടെയും പോരാടുമെന്നും നെതന്യാഹു പറഞ്ഞു. വരും മണിക്കൂറുകളിൽ കൂടുതൽ ബന്ദികളുടെ തിരിച്ചുവരവിനെക്കുറിച്ചുള്ള നല്ല വാർത്ത ലഭിക്കുമെന്ന് താൻ വിശ്വസിക്കുന്നതായും നെതന്യാഹു പറഞ്ഞു. ബന്ദികളെ കാണാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. ഇസ്രായേൽ ജനത നിങ്ങൾക്കായി കാത്തിരുന്നു. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ താനും ഭാര്യയും ബന്ദികളുടെ കുടുംബങ്ങളെ പലതവണ കണ്ടിട്ടുണ്ട്. അവരുടെ ദുഃഖത്തിൽ തങ്ങൾ പങ്കുചേർന്നിരുന്നതായും നെതന്യാഹു പറഞ്ഞു. സമാനതകളില്ലാത്ത വൈകാരിക നിമിഷമെന്നാണ് സാറ നെതന്യാഹു ബന്ദികളുമായുള്ള കൂടിക്കാഴ്ചയെ വിശേഷിപ്പിച്ചത്. നിങ്ങൾ വീണ്ടും കുടുംബങ്ങളോടൊപ്പം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചിരുന്നതായും സാറ പറഞ്ഞു. ബന്ദികളുടെ കുടുംബങ്ങളെ പരിചരിക്കുന്നതിലും ബന്ദികളുമായി ബന്ധം പുലർത്തുന്നതിലും മികച്ച പ്രവർത്തനം കാഴ്ചവച്ച ഇസ്രായേലിന്റെ കോർഡിനേറ്ററായ ബ്രിഗേഡിയർ ജനറൽ ഗാൽ ഹിർഷിനെ പ്രധാനമന്ത്രി പ്രശംസിക്കുകയും ചെയ്തു.